മറന്നുപോകാത്ത രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവായ MG ശശി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അച്ചു ടാക്കീസിന്റെ ബാനറിൽ ഉള്ളാട്ടിലച്ചു നിർമ്മിച്ചതാണ് ഇടിമുഴങ്ങിയത് ആർക്കുവേണ്ടി എന്ന ഈ ഡോക്യുമെന്ററി. മതിലുകൾ കെട്ടി മനുഷ്യ മനസ്സുകളെ തമ്മാമിൽ അകറ്റുകയല്ല, മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള പാലം പണിയുകയാണ് നമ്മൾ മനുഷ്യർ ചെയ്യേണ്ടത്. ഡോക്യുമെന്ററി കണ്ടപ്പോൾ പല കാര്യങ്ങളും ഫീൽ ചെയ്തിരുന്നു. ആ പൊളിറ്റിക്കൽ ടൈം ഉള്ളത് ഓർത്തിരുന്നു. അതിനെക്കുറിച്ചൊന്ന് അത് ഞാനും ഈ ഡോക്യുമെൻ്ററി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ച കാര്യം അതാണ്. അതായത് അതൊരു പൊളിറ്റിക്കൽ ടൈം ആയിരുന്നു. ആ പൊളിറ്റിക്കൽ ടൈമിനെ സ്വീകരിക്കാനും അതിനോട് സംവദിക്കാനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെ പ്രാപ്തമായ മനസ്സുള്ള കുറേ ആളുകളായിരുന്നു നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത്. നമ്മളതിനെ എതിർത്തു എന്നുള്ളതും എതിർക്കാൻ മനസ്സുള്ളത് കൊണ്ടാണ് ഇന്ന് എതിർപ്പ് പോലും ഇല്ലാത്ത ഒരു വിഴുങ്ങലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മളുടെ ഒരു തുടർച്ചയുണ്ട്, ഒരു ചരിത്രമുണ്ട്, അതിൻ്റെ നൈരന്തര്യമുണ്ട്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് അവർക്ക് വന്ന പരിണാമം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെ വിയുടെ ഒരു സംഗതി പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു അന്വേഷണത്തിൻ്റെ കഥയാണ് കെ വിയുടെ ജീവിതം. നിരന്തരമായ അന്വേഷണമാണ്. ആ അന്വേഷണം അദ്ദേഹത്തിന് സാധ്യമാവുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ശാസ്ത്രജ്ഞനായതുകൊണ്ടാണ്. നമുക്കുള്ള ഒരു ഫിലോസഫറും ശാസ്ത്രജ്ഞനും വിപ്ലവകാരിയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അസാമാന്യമായൊരു ചേരുവയാണ് കെ വേണു എന്ന് പറയുന്ന വ്യക്തിയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ കൂടെ, കാലത്തിൻ്റെ കൂടെ, നമ്മുടെ തോട്ടുകളുടെ കൂടെ, നമ്മുടെ തോട്ടുകൾ രൂപപ്പെടുത്തപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂടെ ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. ഈ ഡോക്യുമെൻ്ററി എന്നെ ഇപ്പോൾ ഞാനിത് കണ്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്ന ഇതാണ്. അന്ന് കെ വി 1980-കളിലെ പട്ടാമ്പി കോളേജിൽ വന്നിട്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അത് ഭാഷാദേശീയതകളുടെ പ്രശ്നം, ഒപ്പം തന്നെ കേരളത്തിൻ്റെ സമ്പത്ത് കേരളത്തിൻ്റെ വികസനത്തിന് എന്ന ഒരു മുദ്രാവാക്യം. അപ്പോൾ കേരളത്തിൻ്റെ സമ്പത്ത് കേരളത്തിൻ്റെ വികസനത്തിന് എന്ന് പറയുന്ന മുദ്രാവാക്യം അദ്ദേഹം വെച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിനെ ഭാഷാദേശീയതകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നവുമായി ചേർത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഭവങ്ങൾ സംരക്ഷിക്കുകയും നമുക്ക് തൊഴിലുണ്ടാവുകയും നമുക്ക് ഉൽപ്പാദന ഉപാധികൾ ഉണ്ടാവുകയും നമുക്ക് സമ്പത്തുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സിസ്റ്റത്തിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശമാണ്. അതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അതിന് പകരം കേരള സോപ്സ് ആൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞ സ്ഥാപനം നമുക്കുണ്ടായിരുന്നു, പൊമേല സ്ഥാപനം. അതെവിടെ പോയി നമുക്കറിയില്ല. നമ്മുടെ നാളികേര കർഷകർ വിഷമിക്കുന്നത് അത് വിലാപങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും അത് നിലനിർത്തേണ്ടതുമായിരുന്നു. അതിനു പകരം ഇതെല്ലാം കേന്ദ്രീകരിച്ചത് പൊതു മണ്ഡലത്തിലേക്കല്ല, മുതലാളിമാരിലേക്കാണ്. ഈ കേന്ദ്രീകരണം നടന്നത് പൊതു ഉടമസ്ഥതയിലേക്കല്ല. പൊതു ഉടമസ്ഥത മുഴുവൻ വിട്ടുതൊലച്ചിട്ട് ഇത് മുതലാളിമാരിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. അതിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അവരുടെ പ്രവർത്തനവും ഒക്കെ തന്നെ കാരണമാണ്. ജനാധിപത്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഫെഡറൽ സംവിധാനം തകർക്കപ്പെടുകയും കൂടുതൽ കേന്ദ്രത്തിൻ്റെ അധികാര കേന്ദ്രീകരണം ഓരോ സംസ്ഥാനങ്ങളുടെ മുകളിൽ സംഭവിക്കുകയും കേരള സംസ്ഥാനം അതിനോട് ചേർന്ന് നിൽക്കുകയും അതേസമയം ഒരു പ്രതീക്ഷ പോലെ തമിഴ്നാട് അതിനെ ചെറുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഈ ദേശീയതയുടെ പ്രശ്നം, ഭാഷാ ദേശീയതയുടെ പ്രശ്നവും കേരളത്തിൻ്റെ സമ്പത്ത് കേരളത്തിൻ്റെ വികസനത്തിന് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നവുമാണ്. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിൽ തോന്നുന്നത്. നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് ഒരുപാട് ചർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ടീച്ചറുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്നില്ല. ടീച്ചർ വീട്ടിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ഇപ്പോൾ അവൾക്കൊപ്പം പോലെയുള്ള പരിപാടികൾ നമ്മൾ ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ചോട് വന്നിട്ട് അസഭ്യം പറയുന്ന അല്ലെങ്കിൽ ഇതിനോട് യോജിപ്പില്ലാത്ത ആളുകളുടെ ഒരു സമയം കൂടിയാണ്. അത് നമ്മൾ പതുക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിനൊക്കെ വിജിലാൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളൊക്കെ ചെയ്യുന്നത്. അത് രാഷ്ട്രീയക്കാരാവാം, മതവിഭാഗക്കാരാവാം, അതല്ലെങ്കിൽ മറ്റ് താല്പര്യമുള്ളവരാവാം, രാജ്യത്തിനൊരു മതരാഷ്ട്രമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി മെനക്കെട്ട് പണിയുന്നവരാവാം. അവർക്കൊക്കെ വിജിലാൻ്റെ ഗ്രൂപ്പുകളുണ്ട്. ഈ വിജിലാൻ്റെ ഗ്രൂപ്പുകൾ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ത് എന്നുള്ളതാണ് നമുക്കുള്ളത്.
പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ട് ആരോഗ്യകരമായ രീതിയിൽ സംഭവിക്കുന്നില്ല. ആ സംഭവിക്കുന്നതിന് അധികാര രാഷ്ട്രീയം ഒരു തടസ്സമാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ നമ്മൾ തളരാതെ നമ്മൾക്ക് അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാവുന്ന ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഒരുപക്ഷെ ഈ ഡോക്യുമെൻ്ററിയുടെ തുടർച്ച എന്ന് നമ്മൾ പറയുന്നത്.